ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. തദ്ദേശ സ്ഥാപനങ്ങളെ തകർക്കുന്ന സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തിയത്. LDFന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. പ്രസ്തുത ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPM കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് ഡോക്ടർ PK ഗോപൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. ബഹുമാന്യരെ, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മതിയായ ഫണ്ട് വകയിരുത്താതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന UDF ഭരണത്തിന്റെ നെറുകേടുകൾക്കെതിരെ ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്കുള്ള LDFന്റെ നേതൃത്വത്തിലുള്ള മാർച്ചും ധർണയും ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ശാസ്താംകോട്ട LDF ശാസ്താംകോട്ട പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ തദ്ദേശ സ്ഥാപനങ്ങളെ തകർക്കുന്ന നയങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ചും ധർണയും. പ്ലാൻ ഫണ്ടിന്റെ ആദ്യ ഗഡു അനുവദിക്കണമെന്നും LDF ആവശ്യപ്പെട്ടു. CPIM കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം ഡോക്ടർ PK ഗോപൻ സമരം ഉദ്ഘാടനം ചെയ്തു. ആ പഞ്ചായത്ത് രാജിനെ പരിപുഷ്ടിപ്പെടുത്താൻ ആവശ്യമായ കർമ്മ പദ്ധതികൾ പൊതുവെ ആവിഷ്കരിച്ചിട്ടില്ല. അപൂർവം ചില തമിഴ്നാട്, അല്പം ഹിമാചല്, കുറച്ച് പഞ്ചാബ്, അങ്ങനെയുള്ള ചില സ്റ്റേറ്റുകളിൽ കുറച്ച് പ്രവൃത്തികൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് കഴിച്ചാൽ മറ്റ് ഒരു സംസ്ഥാനത്തും അതിനാവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടില്ല. എന്നാൽ കേരളത്തിൽ ഈ പഞ്ചായത്തി രാജ് സിസ്റ്റത്തിനെ പൊലിപ്പിച്ചെടുക്കാനാണ് നമ്മൾ ജനകീയാസൂത്രണ പദ്ധതി വിഭാവനം ചെയ്തത്. ആ ജനകീയാസൂത്രണ പദ്ധതി വിഭാവനം ചെയ്ത് 5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷം ഭരണത്തിൽ നിന്ന് പോവുകയും അപ്പോൾ ജനകീയാസൂത്രണം പിരിച്ചുവിടുകയും അവിടെ കേരള വികസന പദ്ധതി എന്ന പേരിൽ UDF പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്തു. പക്ഷേ വളരെ ദുർബലമാവുകയും ജനങ്ങളിൽ നിന്ന് വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വരികയും ചെയ്തപ്പോൾ വീണ്ടും അധികാരത്തിൽ വന്ന UDFന് അത് തുടരാൻ കഴിയാതെ ജനകീയാസൂത്രണം തന്നെ തുടരേണ്ടി വന്നു. സെന്റ് ആന്റണി, BC പിള്ള, കലാദേവി, അനിൽ തുമ്പോടൻ, ശരത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.